എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ എൻ്റെ ക്രൂ ലൈഫ് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ഞാൻ എവിടെ താമസിക്കുന്നത്, എവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക, ഒഴിവ് സമയങ്ങൾ എന്തൊക്കെ ചെയ്യുക, സെലിബ്രേഷൻസ് എങ്ങനെയായിരിക്കും, ബർത്ത്ഡേ സെലിബ്രേഷൻസ് എങ്ങനെയായിരിക്കും. എൻ്റെ ഒരു ബർത്ത്ഡേ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് സെലിബ്രേറ്റ് അതൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ റൂം ആദ്യം കാണാം. 222 റൂം നമ്പർ. റൂമിൻ്റെ മുകളിൽ തന്നെ ആ റൂമിൽ ആരൊക്കെ ഉള്ളതെന്ന് ബോർഡ് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ പേരുണ്ട്, ബേക്കർ എന്നുള്ള ഡെസ്റ്റിനേഷൻ ഉണ്ട്. അങ്ങനെ കാർഡ് വെച്ച് നമ്മൾ റൂമിലോട്ട് കയറി. 2 ബെഡാണ് എൻ്റെ റൂമിലുള്ളത്. ഒരു ടി വി ഉണ്ട്, കബോർഡുണ്ട്, ഹാങ്ങേഴ്സ് ഉണ്ട്, പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. അത്യാവശ്യം നല്ലൊരു മിററാണ്. നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ നമ്മൾ ഹൈജീനും കാര്യങ്ങളും ഡ്രസ്സും യൂണിഫോമും എല്ലാം നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബെഡ് 2ഉം കർട്ടൻ വെച്ച് കവർ ചെയ്യാം. അതിൽ തന്നെ ഒരു ചാർജിങ് പോയിൻ്റ് ഉണ്ട്, ഒരു ബെഡ് ലാമ്പ് ഉണ്ട്, പിന്നെ ചെറിയൊരു സേഫ്റ്റിയുടെ ഒരു ഇതും. അത്യാവശ്യം നല്ല ബെഡാണ്. അത്യാവശ്യം ഒരു സ്റ്റഡി ടേബിള്, പവർ പോയിൻ്റ്, എല്ലാം എല്ലാ സൗകര്യങ്ങളും. പിന്നെ നമ്മളെ കബോർഡിൻ്റെ മുകളിലായിട്ട് തന്നെ നമുക്ക് സേഫ്റ്റി ജാക്കറ്റ്, ലൈഫ് ജാക്കറ്റ് അവിടെ തന്നെ ഉണ്ടാവും. അതിൻ്റെ മുകളിൽ റൂം നമ്പർ എല്ലാം എഴുതിയിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ഡോറിൻ്റെ പിന്നിലായിട്ട് നമ്മൾ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ്, എമർജൻസി ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. നമ്മൾ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്, ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് അസംബിൾ ചെയ്യേണ്ട പോയിൻ്റ് എവിടെയാണ്, നമുക്ക് എസ്കേപ്പ് റൂട്ട് ഏത് വഴിക്കാണ് നമ്മൾ എസ്കേപ്പ് ആവണം, പ്രൈമറി എക്സിറ്റും എമർജൻസി എക്സിറ്റും ഉണ്ടാവും. അതെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. എന്തൊക്കെ അലാറം അടിച്ചാലാണ് പോകേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സേഫ്റ്റി ജാക്കറ്റ് ഇടേണ്ടതെന്നെല്ലാം കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് ആ ഒരു എമർജൻസി ഇൻസ്ട്രക്ഷൻസിൻ്റെ ബോർഡ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ബെഡിൻ്റെ അടിയിലും 2 ഡ്രോയർ ഉണ്ട്, ഒരു മിനി ബാർ ഉണ്ട്. മിനി ബാർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫ്രിഡ്ജ് തന്നുന്നുണ്ട്. നമുക്കതിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. കൂൾ ഡ്രിങ്ക്സ്, ബീർ, വൈന്, അതിനെല്ലാം അലൗഡ് ചെയ്തിട്ടുള്ള ഇതുണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്. അതിൽ കൂടുതൽ നമുക്ക് വെക്കാൻ പാടില്ല. പിന്നെ നമുക്ക് ബാത്റൂം അറ്റാച്ചാണ്. ബാത്റൂമിൽ വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും ഒരു വാഷ് ബേസിനും തന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു മിറർ ഇരിക്കുന്ന ഭാഗത്താണ് നമ്മളെ ബ്രഷും പേസ്റ്റും എല്ലാം വെക്കേണ്ട സ്ഥലം. അത്യാവശ്യം നല്ല സൗകര്യങ്ങളോടുകൂടിയിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ്. നമുക്ക് റൂം തന്നിരുന്നാലും ആഴ്ചയിൽ ക്യാബിൻ ഇൻസ്പെക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ക്യാബിൻ ഇൻസ്പെക്ഷൻ സമയത്ത് നമ്മൾ റൂമെല്ലാം ക്ലീൻ ആയിരിക്കണം. ഒരു ഡസ്റ്റും പാടില്ല, ടി വിയുടെ ഡസ്റ്റ് പാടില്ല, മേശപ്പുറത്ത് ഡസ്റ്റ് പാടില്ല. അപ്പോൾ അതൊക്കെ അവരും ചെക്ക് ചെയ്യും. ഇത് ഫയർ അലാം പോയിൻ്റാണ്. ഇത് റൂമിലുള്ള സ്മോക്ക് ഡിറ്റക്ടറും പിന്നെ ഫയർ. ഇത് ഷിപ്പിൽ നടത്തുന്ന ഒരു സെലിബ്രേഷനാണ്, ബർത്ത്ഡേ സെലിബ്രേഷനാണ്. എല്ലാ ബർത്ത്ഡേക്കാരും, അതായത് ഒരു മാസത്തിൽ എൻഡിലാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തുക. ആ മാസത്തിലുള്ള എല്ലാ ബർത്ത്ഡേ ആഘോഷിക്കുന്നവരും കൂടിയിട്ട് ഒരുമിച്ച് വന്നിട്ട് കേക്ക് കട്ട് ചെയ്യും. എന്നിട്ട് കേക്ക് എല്ലാവർക്കും കൊടുക്കും. അന്ന് സ്പെഷ്യൽ ഫുഡായിരിക്കും. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ടുള്ളൊരു ജന്മദിന ആഘോഷമായിരിക്കും അത്. പിന്നെ ഇതാണ് എൻ്റെ ബേക്കറി. അത്ര വലിയ ബേക്കറി ഒന്നും അല്ല, ചെറിയൊരു ബേക്കറിയാണ്. നമുക്ക് ഈ ഒരു ചെറിയ ഷിപ്പ്, എക്സ്പെഡിഷൻ ഷിപ്പായാലും ചെറിയ ഷിപ്പാണ്. അപ്പോൾ അതിലൊരു 150 പാസഞ്ചറാണ്. 150 മുതൽ 200 പാസഞ്ചർ കപ്പാസിറ്റി ഉള്ളത്, പ്ലസ് ക്രൂ. അപ്പോൾ അതിന് ഈ ചെറിയൊരു സൈസ് ബേക്കറി മതിയാവും. ഇതിൽ തന്നെയാണ് ബേക്കറിയും പേസ്ട്രിയും. അപ്പോൾ ബേക്കറി നമ്മളെ വർക്ക് നേരത്തെ തുടങ്ങും. 4 മണിക്കൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പിക്കപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ക്രോസിനാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഹോം മെയ്ഡായിട്ട് തന്നെയാണ് ക്രോസിന് ഉണ്ടാക്കണം. ക്രോസിന് വേറെ ഷീറ്റർ മെഷീനൊന്നുമില്ല, എല്ലാം കൈ കൊണ്ട് തന്നെ. അത്യാവശ്യം വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല, നമുക്ക് ബട്ടർ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാം. എന്നാലും നല്ല രീതിയിലുള്ള ക്രോസൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഫ്രഷ് ക്രോസിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമുക്കൊരു റേഷണലിൻ്റെ ഓവനും ഉണ്ട്, ഒരു ഡെക്ക്.
ഇത് നമ്മുടെ ബാർബിക്യൂ ആണ്. ബാർബിക്യൂ കൂടുതലായിട്ടും ഔട്ട് സൈഡാണ്, അതായത് പൂൾ ഏരിയയിലാണ് നടക്കുക. ഡെക്ക് ബാർബിക്യൂ എന്ന് പറയും. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ബർഗേഴ്സ്, മീറ്റ്, സക്ലിംഗ് പിഗ്, അങ്ങനെ മീറ്റ് ഐറ്റംസ് കുറേ ഉണ്ടാവും. പിന്നെ അതിൻ്റെ കൂടുതൽ സലാഡും ബ്രെഡും ആയിട്ട്. അപ്പം ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ബ്രെഡ് സെക്ഷനാണ്. അപ്പോൾ ബ്രെഡ് സെക്ഷന് കുറച്ച് ഡെക്കറേഷനും ഗാർലിക് ബ്രെഡ് മെയിനാണ്. അപ്പോൾ ഗാർലിക് ബ്രെഡും പിന്നെ ഈ സ്റ്റേഷനല്ലാണ്ട് നമ്മൾ വേറെ ബർഗർ ഇരിക്കുന്ന സ്ഥലത്തായിരിക്കും നമ്മൾ ബർഗർ, ഹോട്ട് ഡോഗ് അത്. അപ്പോൾ ബ്രെഡിന് തന്നെ അത്യാവശ്യം ഐറ്റംസ് ഉണ്ട് ബാർബിക്യൂവിൽ. പിന്നെ നമ്മൾ സക്കിൾമിക്കൊക്കെ ഷെഫ് എടുത്തുകൊണ്ട് വരും. ഷെഫ് എടുത്തുകൊണ്ട് വന്ന് അവിടെ പ്ലേസ് ചെയ്യും. പിന്നെ കാർവിങ്, ഓവൻ റോസ്റ്റ് ചെയ്ത സക്കിൾമിക്കാണ്. അത്യാവശ്യം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടായിരിക്കും ഡെക്ക് ബാർബിക്യൂ നടക്കുന്നത്. എല്ലാ മാനേജർമാരും എല്ലാവരും ഗസ്റ്റിന് സെർവ് ചെയ്ത്, അപ്പോൾ അവരെയൊക്കെ കൂടുതൽ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ്. ക്രൂസിൻ്റെ ഏകദേശം എൻഡിലായിരിക്കും ബാർബിക്യൂ നടക്കുക. ഇതിപ്പോൾ നല്ലൊരു സൈറ്റിലാണ്, അല്ലെങ്കിൽ നല്ലൊരു സീനറിയാണ് ഇപ്പോൾ നമുക്കിപ്പോൾ പുറകിൽ കാണാൻ പറ്റുന്നത്. എല്ലാം ഐസ് മൂടിയ മഞ്ഞ്, അന്റാർട്ടിക്കയിൽ മൊത്ത നടുവിലാണ് നടക്കുന്നത്. കടലൊക്കെ ശാന്തമാണ്. കടലൊന്നും അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ്. ചില സമയത്ത് ഭയങ്കര സ്നോ ആയിരിക്കും. അപ്പോൾ പുറത്ത് നമുക്ക് ഡെക്ക് ബാർബിക്യൂ നടത്താൻ പറ്റില്ല. ഇത് രണ്ട് ഇതായിട്ടാണ്, ഒന്ന് പൂളിൻ്റെ ഏരിയയിലും പിന്നെ ഒന്ന് റെസ്റ്റോറൻറ്റ് സൈഡിലും. ഡെസേർട്ടും ചീസൊക്കെ റെസ്റ്റോറൻറ്റ് സൈഡിൽ തന്നെയാണ്. ഷെഫിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ലൈവ് കൗണ്ടറാണത്. അപ്പോൾ ലൈവ് കൗണ്ടറിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിന് എന്നെ ഒന്ന് വീഡിയോ ക്യാമറയിലൊന്ന് ഇത് ചെയ്തു. അങ്ങനെ ഡെസേർട്ട് കൗണ്ടർ അവിടെ സെറ്റാണ്. ബ്രെഡിൻ്റെ കൗണ്ടർ ഞാൻ നേരത്തെ കാണിച്ചു. പിന്നെ ഫ്രൂട്ട്സ്, ചീസ്, നട്ട്സ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടായിരിക്കും. അതിൽ വൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് സ്നോയിൽ ഇറങ്ങി കളിക്കാനും സ്നോ ആയിട്ട് കളിക്കാനും ചെറിയൊരു അവസരം കിട്ടിയപ്പോൾ നമ്മൾ ഓപ്പൺ ഡെക്കിൽ മുകളിൽ പോയി. അപ്പോൾ മൊത്തം സ്നോ ആണ്. നമുക്ക് നടക്കാനും അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോൾ നമുക്ക് പേടിക്കണം, അല്ലെങ്കിൽ വഴിക്ക് വീഴും. അത്രയും കെയർഫുള്ളായിട്ട് വേണം. നമ്മൾ കൂടെയുള്ളത് ഒരു മലയാളി തന്നെയാണ്. ലോണ്ടറിയിലാണ് വർക്ക് ചെയ്യുന്നത്.
കൊച്ചിക്കാരൻ സഞ്ജയ് എന്നാണ് പേര്. അപ്പോൾ അവനുണ്ടാവും എൻ്റെ ചെറിയ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവനും സഹായിക്കും. ഇതൊക്കെ വെള്ള കളറിൽ കാണുന്ന വെള്ള കളറല്ല, വുഡിൻ്റെ കളറാണ് അതൊക്കെ. പക്ഷെ അത് മഞ്ഞ് മൂടിയിട്ടാണ് ഇരിക്കുന്നത്. പാർട്ടി എന്ന് പറഞ്ഞാൽ ക്രൂമസിൽ തന്നെ പല സമയത്ത് നമുക്ക് ക്രൂ പാർട്ടി ഉണ്ടാവും. ഒന്നെങ്കിൽ ക്രിസ്മസിന് അല്ലെങ്കിൽ എല്ലാ സ്പെഷ്യൽ ഫങ്ഷനും നമുക്ക് പാർട്ടി ഉണ്ടാവും. അപ്പോൾ അത് പാർട്ടിയുടെ ചെറിയൊരു ഇതാണ്. അതിൽ നമ്മളുണ്ടാക്കിയതാണ് പാൻറ്റിക്കോക്കോ അല്ലെങ്കിൽ സ്റ്റഫ്ഡ് ബണ്ണാണത്. അതിൽ മീറ്റ് സ്റ്റഫ് ചെയ്തിട്ടുള്ള ബണ്ണാണ്. അതും സ്റ്റീം ചെയ്തിട്ടുണ്ടാക്കിയതാണ്. പിന്നെ ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ഫ്രൈഡ് ചിക്കൻ, ജ്യൂസ്, ടീ, കോഫി, ഡെസേർട്ട്, കേക്ക്സ്. ഇവിടെയും നമ്മളൊരു ചെറിയ ബ്രെഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതാദ്യം കണ്ടത്. പിന്നെ ഐസ്ക്രീം ഉണ്ട്, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട്. ഇവിടെ വൈനും കാര്യങ്ങളൊന്നും കൊടുക്കണത് ഞാൻ കണ്ടിട്ടില്ല. വൈനൊന്നും കൊടുക്കില്ല. പിഗ് പോർക്ക്, ഫിലിപ്പീൻസിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് പോർക്ക്, സക്ലിംഗ് പിഗ്. പലപ്പോഴും അത് എല്ലാവർക്കും തികയാറൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് തീർന്നു. നമ്മൾ ബ്രെഡ് തരും. ഇതടുത്ത് പാർട്ടിയാണ് ഇത്. നമുക്ക് എൻഡായപ്പോൾ നമ്മൾ സീസൺ എൻഡായപ്പോഴൊരു പാർട്ടിയാണ്. അത് ഓപ്പൺ ഡെക്കിലാണ് നമുക്ക് പാർട്ടി തന്നിട്ടുള്ളത്. അത് അത്യാവശ്യം ഗസ്റ്റിനെ കൊടുക്കുന്ന അതേ സെറ്റപ്പിൽ തന്നെയാണ് റെസ്റ്റോറൻറ്റിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് പാർട്ടി തന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വ്ളോഗിലെ കാഴ്ച. ക്രൂ ലൈഫ് എങ്ങനെയാണ്, ക്രൂ ലൈഫിനെ എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ഫുഡും അത്യാവശ്യം ഫെസിലിറ്റിയും എല്ലാം ഷിപ്പിലുണ്ട്. പലർക്കും ഷിപ്പിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ ഇനി അടുത്ത വീഡിയോസിലൊക്കെ എങ്ങനെ ഷിപ്പിലോട്ട് കയറാം എന്നുള്ള വീഡിയോസ് ഞാൻ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.